നമ്മളെ വീട്ടിൽ വെള്ളം കാണാത്തൊരു സാധനമാണ് തലയിണ അല്ലേ. അപ്പം ഇന്ന് ഞാൻ ആളെ ഒന്ന് അലക്കിയെടുത്തിട്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയും ചളി പുരണ്ട എൻ്റെ തലയിണേൻ്റെ കളർ കണ്ടോ. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ആള്. നമ്മളെ വീട്ടിലുള്ള 2 സാധനങ്ങൾ മാത്രം മതി ഇങ്ങനെ ക്ലീൻ ആക്കാൻ. അപ്പം ആരും ഇനി മടിച്ച് നിൽക്കണ്ട, നമ്മുടെ തലയിണൊക്കെ ഒന്ന് വാഷ് ചെയ്തിടുക. നല്ല വെയിലല്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം തലയിണ വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം എന്താണെന്നോ, ആദ്യം നല്ല തിളച്ച ചൂടുവെള്ളം വേണം. തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് ആ റിസൾട്ട് കിട്ടുക നമുക്ക്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഇതില്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ബേക്കിംഗ് സോഡയും വേണം. പിന്നെ വേണ്ടത് സോപ്പും പൊടിയാണ്. ഇത് പിന്നെ നമ്മളെ വീട്ടിൽ എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മളെ തലയിണ വൃത്തിയാക്കാൻ. പിന്നെ ഒരു കാര്യം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആ ചൂടുള്ള വെള്ളം നല്ലൊരു ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊന്നും ഇത് ചെയ്യുമ്പോൾ കൂടെ നിർത്താതൊക്കെ ഉണ്ട് നല്ലത്. കാരണം ചൂട് വെള്ളമാണ്, എന്തെങ്കിലും മേലേക്ക് ആയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഞാൻ 2 സ്പൂൺ ബേക്കിംഗ് സോഡ ആ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സോപ്പും പൊടി, അതും നമ്മൾ ഒരു 2 സ്പൂണോ 3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടുള്ള വെള്ളമല്ലേ, അപ്പം ഞാനൊരു കമ്പ് വെച്ചിട്ടാണ് അത് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണത് കേട്ടോ. കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് നമ്മൾ കൈ തൊടുന്നത് നല്ലതല്ല, പുള്ളും അത്രയ്ക്കും ചൂടുണ്ട്. പിന്നെ ആ ഒരു ചൂടായ ആ ഒരു വെള്ളത്തേക്ക് നമ്മളെ തലയിണ ഒന്ന് ഇറക്കി കൊടുക്കുക. ചൂടുള്ളതാണ്, അപ്പോൾ ഒരു കമ്പൗണ്ട് തന്നെ നല്ലോണം ഒന്ന് ആക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം കയ്യിലായാലും പിന്നെ പണി കിട്ടും. ചെറിയൊരു ചൂട് പോയ ശേഷം ഞാൻ പിന്നെ കൈ കൊണ്ടൊന്നും ആക്കണ്ട കേട്ടോ. എന്നാലും കയ്യിൽ വെച്ചിക്കാനുള്ള ആ ഒരു ഇതായിട്ടില്ല, കാരണം ചൂടുണ്ട് വെള്ളത്തിന് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കിടക്കട്ടെ കേട്ടോ. തലയിണ നമ്മളെ ചൂടുവെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം കേട്ടോ. ഇങ്ങോട്ട് നോക്കി നമ്മളെ തലയിണ കിടന്ന വെള്ളം ഇത്രയും ചളി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മളൊക്കെ തലയിണ കഴുകാൻ മടിച്ച് നിൽക്കുന്ന ആളുകളാവും. അപ്പോൾ ഈ വേനൽക്കാലത്ത് എന്തായാലും നമ്മൾ തലയിണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. മക്കളുള്ള വീട്ടിലെ തലയിണേൻ്റെ അവസ്ഥ പറയേണ്ടി വരില്ല, കാരണം അത്രയും ചളി ഉണ്ടാവും. എൻ്റെ മകൻ ഇതിൽ പേന കൊണ്ട് വരെ വരച്ചിട്ടുണ്ട്, അത്രയ്ക്കും ചളിയാക്കിയിട്ടുണ്ട്. കാരണം അതിന് കവറിട്ട് കഴിഞ്ഞാൽ ഓല ദൂരി എറിയും. ഓല പറഞ്ഞിട്ട് കാര്യമില്ല, ഓല പ്രായപ്പതല്ലേ. അങ്ങനെ അരമണിക്കൂറിന് ശേഷം പിന്നെ നമ്മളെ തലയിണ നമ്മളൊന്ന് കല്ലിൻ്റെ മുകളിലേക്കൊക്കെ വെച്ച് ഒന്നുകൂടെ വാഷ് ചെയ്യാനുള്ള പരിപാടിയിലാട്ടോ. അതിന് നല്ലൊരു ബ്രഷ് വേണം. അതിന് മുൻപായിട്ട് ഞാൻ ആ തലയിണേൻ്റെ മുകളിലൂടെ ഒന്ന് സോപ്പോ അല്ലെങ്കിൽ സോപ്പ് പൊടിയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് വെതറി കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ അലക്ക് സോപ്പാണ് കേട്ടോ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ചളി നല്ലപോലെ ഇളകി പോരുന്നുണ്ട് കേട്ടോ. ആ ഒരു തലയിണേൻ്റെ ഒറിജിനൽ കളറിലേക്ക് ആ ഒരു തലയിണ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് പോലും അത്ഭുതം കേട്ടോ, കാരണം എത്രയും ചളിയുള്ള ആ ഒരു തലയിണയാണ് ഈ ഒരു സിമ്പിൾ ട്രിക്ക് കൊണ്ട് വൃത്തിയായി കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഭാരം പിടിച്ചൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് തന്നെ ഉരച്ചാൽ മതി. കാരണം ആ ഒരു ലൈനിൽ കിടന്നത് കൊണ്ട് തന്നെ ചളിയൊക്കെ നല്ലപോലെ ഇളകി പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിങ്ങനെ ബ്രഷ് ഇട്ടൊന്ന് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മാത്രം മതി, ചളി വേഗം ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ 2 വശവും നല്ല പോലെ നമ്മൾ ബ്രഷ് ഇട്ട് വരച്ച തലയിണ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് കഴുകി കളയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ കളർ ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്ത് നല്ല കളറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ കളർ എന്തേന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ ഈ ഒരു ട്രിക്ക് അറിഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇനി എൻ്റെ തലയിണകൾ ഞാൻ എന്തായാലും ഇങ്ങനെ അലക്കും. അപ്പോൾ തലയിണ അലക്കാൻ മടിയുള്ളവരൊക്കെ ഈ ട്രിക്കൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് അലക്കി നോക്കുക കേട്ടോ. വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു തലയിണ വൃത്തിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് ഈ ഒരു വീഡിയോയിൽ രേഖപ്പെടുത്തണം. പിന്നെ ഞാൻ ഒരു വട്ടം കൂടെ പറയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ്